إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدًا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا كتب عليكم الصيام كما كتب على الذين من قبلكم لعلكم تتقون ബഹുമാന്യരായ സത്യവിശ്വാസി സഹോദരന്മാരെ സഹോദരിമാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ദീനുൽ ഇസ്ലാമിൻ്റെ നിയമനിർദ്ദേശങ്ങളും വിധിവിലക്കുകളും ജീവിതത്തിൻ്റെ സകല മേഖലകളിലും പാലിച്ചുകൊണ്ട് തഖ്വയിൽ അധിഷ്ഠിതമായ ജീവിതം നയിക്കണേ എന്ന് എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിൽ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന അവൻ്റെ ഉത്തമരായ അടിമകളിൽ അള്ളാഹു നമ്മേവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ഏതാനും മണിക്കൂറുകൾ എന്ന് വേണമെങ്കിൽ പറയാം, നമ്മൾ അനുഗ്രഹീതമായ ഒരു മാസത്തിലേക്ക് അടുക്കാൻ പോവുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ധാരാളം ശ്രേഷ്ഠതകൾ നൽകിയിട്ടുള്ള ഒരു മാസമാണ് റമദാൻ എന്ന് നമുക്കെല്ലാവർക്കും അറിയാവുന്ന ഒരു വസ്തുതയാണ്. എത്രയോ പുണ്യങ്ങളാണ് വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം റമദാനിൽ അവന് നേടിയെടുക്കാൻ സാധിക്കുക. സാധാരണ നിലക്ക് നമ്മളൊരു നന്മ ചെയ്യുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആല അതിനുവേണ്ടി പ്രതിഫലം നൽകുന്നത് 10 ഇരട്ടി മുതൽ 700 ഇരട്ടി വരെയാണ്. എന്നാൽ റമദാനിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ നന്മകൾ ചെയ്യുമ്പോൾ അതിന് കണക്കില്ലാത്ത പ്രതിഫലം അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകുന്നു എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്. അതിനും പുറമെ ഒരു പുരുഷായുസ് മുഴുവൻ നന്മ ചെയ്താൽ ലഭിക്കുന്ന പുണ്യത്തെക്കാളേറെ പ്രതിഫലം അള്ളാഹു വാഗ്ദാനം ചെയ്തിട്ടുള്ള ഒരു രാത്രി അത് റമദാനിലാണ്. അതാണ് ഖൈറും മിൻ അൽഫി ശഹർ, 1000 മാസങ്ങളെക്കാൾ പുണ്യമുള്ള ഒരു രാത്രി. 83 വർഷത്തിലധികം
ഒരു മനുഷ്യൻ നന്മ ചെയ്താൽ ലഭിക്കുന്ന പുണ്യം എത്രയാണോ അത്രയും പുണ്യവും പ്രതിഫലവുമാണ് ഒരു രാത്രിയിൽ ഒരു മുഅ്മിനായ മനുഷ്യൻ അവൻ നന്മ ചെയ്താൽ ലഭ്യമാകുന്നത് എന്നർത്ഥം. റമദാനിൽ മൊത്തത്തിൽ നമുക്ക് എണ്ണമില്ലാത്ത കണക്കില്ലാത്ത പ്രതിഫലം നന്മകൾക്ക് അള്ളാഹു സംവിധാനിച്ചിട്ടുണ്ട്. അതിലൊരു രാത്രിക്ക് മാത്രം 1000 മാസങ്ങളേക്കാൾ പ്രതിഫലം നൽകപ്പെടുന്ന ഒരു രാത്രിയായി അള്ളാഹു സംവിധാനിച്ചിട്ടുമുണ്ട്. മാത്രമല്ല അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരു നോമ്പിലൂടെ, ഒരൊറ്റ നോമ്പിലൂടെ 70 വർഷത്തെ വഴിദൂരം നരകത്തിൽ നിന്ന് ഒരടിമയെ അകറ്റി നിർത്തും എന്ന് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. ഒരൊറ്റ നോമ്പ്, അതിലൂടെ 70 വർഷത്തെ വഴിദൂരം. അപ്പോൾ 29ഉം 30ഉം നോമ്പെടുക്കുന്ന ആളുകൾക്ക് പ്രിയമുള്ളവരെ എത്ര നരകത്തിൽ നിന്ന് വിദൂരമാകാൻ കഴിയും? അതുപോലെ തന്നെ ഒരൊറ്റ നോമ്പ് കൊണ്ട് ഒരു വിശ്വാസിക്ക് സ്വർഗമല്ല ലഭ്യമാകുന്നത്, കേവലം സ്വർഗമല്ല ലഭ്യമാകുന്നത്, മറിച്ച് സ്വർഗത്തിൽ സിദ്ദീഖുകളുടെയും ശുഹദാക്കളുടെയും കൂടെ പ്രവേശിക്കാൻ, സ്വർഗത്തിൽ ജീവിക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ്. ഇങ്ങനെ തുടങ്ങി. മാത്രമല്ല ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ ഏറ്റവും കൂടുതൽ വേദനിക്കുകയും പ്രയാസപ്പെടുകയും ചെയ്യുന്നത് നാളെ പരലോകത്ത് അവൻ്റെ തിന്മകളെ അവൻ കാണുമ്പോഴാണ്. തിന്മകൾ രേഖപ്പെടുത്തപ്പെട്ട ഗ്രന്ഥം അവൻ്റെ കൈകളിൽ ലഭിക്കുമ്പോഴാണ്. പാപികളായ മനുഷ്യർ പറയും, മാലിഹാദൽ കിതാബ്, പടച്ചറബേ എന്തൊരു ഗ്രന്ഥമാണ്, എൻ്റെ ജീവിതത്തിൽ ചെയ്തു പോയ ഒന്നും വിട്ടുപോകാത്ത ഗ്രന്ഥമാണല്ലോ റബ്ബേ ഇത്. മനുഷ്യരെ അത് വായിക്കുമ്പോൾ കരഞ്ഞു പോകുന്ന, നമ്മൾ പോലും മറന്നുപോയ തിന്മകൾ അതിൽ രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാകും. നമ്മൾ പോലും ഓർക്കാൻ, ഒരിക്കലും നമ്മുടെ ജീവിതത്തിൽ ഓർക്കാതെ പോയ എത്രയോ തിന്മകൾ നമ്മൾ ചെയ്തതന്നെയോ, പക്ഷെ നമ്മൾ മറന്നിട്ടുണ്ടാവും. നിസ്സാരമായിട്ട് ചെയ്യുന്നത് എല്ലാം രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ടാവും. ഈ പാപങ്ങളൊക്കെ പൊറുക്കപ്പെടാൻ അള്ളാഹിന്റെ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ്, മൻ സ്വാമ റമളാന ഈമാനൻ വഹ്തിസാബാ, ആരാണോ ഈമാനോടുകൂടെ ഇഹ്തിസാബോടുകൂടെ പ്രതിഫലേച്ഛയോടുകൂടെ നോമ്പെടുക്കുന്നത് അവന് ലഭിക്കുന്ന പുണ്യം എന്താണ്? ഗുഫിറ ലഹു മാ തഖദ്ദമ മിൻ ദംബിഹി, അവന്റെ മുൻകഴിഞ്ഞ പാപങ്ങളെല്ലാം പൊറുക്കപ്പെടുന്നതാണ്. കണ്ടോ? അപ്പൊ റമളാൻ കൊണ്ട് നരകത്ത് നിന്ന് അകറ്റപ്പെടും, സ്വർഗത്തിൽ ഉന്നതന്മാരുടെ കൂടെ പ്രവേശിക്കാൻ കഴിയും, പാപങ്ങൾ അള്ളാഹു പുറത്തു നൽകും. ഇങ്ങനെ തുടങ്ങി ധാരാളം നന്മകൾ, ധാരാളം പ്രതിഫലമാണ് അള്ളാഹു റമളാനിന്റെ രാപ്പകലുകളിൽ സഹോദരങ്ങളെ സംവിധാനിച്ചിട്ടുള്ളത്. ഈ പുണ്യങ്ങൾ നേടിയെടുക്കാൻ നമുക്ക് സാധിക്കണം. അതിന് റമളാൻ വരുന്നതിൻ്റെ മുമ്പേ നമ്മൾ ശ്രദ്ധിക്കേണ്ടുന്ന ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് നമ്മുടെ കുടുംബ ബന്ധം നന്നാക്കുക എന്നുള്ളത്. കുടുംബ ബന്ധം അത് മുറിച്ചു കളഞ്ഞു സ്വർഗത്ത് പോകില്ല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം സ്വർഗത്തിൽ പ്രവേശിക്കുന്നതിന് അവസാനത്തെ കടമ്പയാണ് സിറാത്ത്. ആ സിറാത്തിലേക്ക് മുഅ്മിനുകളും മുനാഫിക്കുകളും മാത്രമേ കയറുള്ളൂ. മുശ്രിക്കും കാഫിറൊന്നും സിറാത്തിൽ പ്രവേശിക്കില്ല. ആ സിറാത്തിലേക്ക് കയറിക്കഴിഞ്ഞാൽ കുടുംബ ബന്ധമുണ്ടാകും. സിറാത്തിന്റെ അങ്ങേയറ്റത്ത് കുടുംബ ബന്ധം മുറിച്ചവൻ ആ സിറാത്തിലേക്ക് പ്രവേശിച്ചു കഴിഞ്ഞാൽ അങ്ങേയറ്റത്ത് നിന്ന് കുടുംബബന്ധം വിളിച്ചു പറയുകയാണ്, റബ്ബേ എന്നെ മുറിച്ചു കളഞ്ഞവനാണ്, അവന് സ്വർഗത്തിലേക്ക് പോകാൻ അർഹതയില്ല, അവന് സ്വർഗത്തിൽ പോകാൻ അർഹതല്ല. സിറാത്തിന്മേലുള്ള ഇരുമ്പ് കൊളുത്തുകൾ കൊളുത്തി അവന് നരകത്തിലേക്ക് എറിയുന്ന
സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു ലാ യദ്ഖുലുൽ ജന്നത ഖാതിഉ റഹിം, കുടുംബ ബന്ധം മുറിച്ചവർ സ്വർഗ്ഗത്തിൽ പോകൂല. അപ്പോൾ പ്രിയമുള്ളവരെ, ഇനി റമളാനിൽ ഏതാനും മണിക്കൂറുകളിൽ അല്ലേ ആ റമളാനിൻ്റെ പുണ്യങ്ങൾ നമുക്ക് ലഭ്യമാകണമെങ്കിൽ, റമളാനിൽ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നമുക്ക് ഉപകാരപ്പെടണമെങ്കിൽ കുടുംബബന്ധം ചേർക്കുക. കുടുംബബന്ധം ചേർക്കുക. സ്വന്തം കുടുംബങ്ങളോട് തെറ്റി നിൽക്കുന്ന ആളുകൾ അല്ലേ, എല്ലാ തിങ്കളാഴ്ചയും വ്യാഴാഴ്ചയും ആദം സന്തതികളുടെ അമലുകൾ അള്ളാഹുവിൻ്റെ മുന്നിൽ പ്രദർശിപ്പിക്കപ്പെടുന്ന രണ്ട് വിഭാഗം ആളുകളുടെ അമൽ അല്ലാഹു സ്വീകരിക്കൂല. അതിലൊന്ന് മുശ്രിക്കാൻ, ശിർക്കിയവൻ്റെ അമൽ അല്ലാഹു സ്വീകരിക്കൂല. രണ്ട് സ്വന്തം സഹോദരങ്ങളോട് പകവെച്ച് പുലർത്തുന്ന ആളുകൾ, അവരുടെ അമലും അല്ലാഹു സ്വീകരിക്കൂല. അപ്പോൾ തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ വാപ്പാനോടും ഉമ്മാനോടും വരെ തെറ്റി നിൽക്കുന്ന ആൾക്കാരുണ്ട്. ഒരു നോമ്പെടുക്കേണ്ട ആവശ്യമില്ല. അല്ലാഹു സ്വീകരിക്കൂല, അല്ലാഹു സ്വീകരിക്കൂല. അതുകൊണ്ട് പ്രിയമുള്ളവരെ, എവിടെയെങ്കിലൊക്കെ തെറ്റി നിൽക്കുന്നുണ്ടെങ്കിൽ പോയി സലാം പറയാം. ആദ്യം സലാം പറയുന്നവനാണ് കുടുംബബന്ധം ചേർത്തവൻ എന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക. എന്തിനായി കുടുംബബന്ധം ചേർക്കണത്? ഇവിടെ എന്തെങ്കിലും ഗുണം കിട്ടാനല്ല, നമ്മുടെ അമലി പടച്ചോ സ്വീകരിക്കാനാണ്. അതുകൊണ്ടാണ് റമളാനിൽ ജീവിച്ചിരുന്നിട്ടും അത് ഉപയോഗപ്പെടുത്തപ്പെടാൻ കഴിയാത്ത കുറേ ദൗർഭാഗ്യവാന്മാരായ മനുഷ്യരുണ്ടാകുന്നത്. അങ്ങനെ ധാരാളം ആളുകൾ ഉണ്ടാവും. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് റുബ്ബ സ്വായിം, എത്രയെത്ര നോമ്പുകാരാണ്, ലൈസ മിൻ സിയാമിഹി ഇല്ലൽ ളമഉ വൽ അതശ്, അവരുടെ നോമ്പ് കൊണ്ട് വിശപ്പും ദാഹവുമല്ലാതെ മറ്റൊന്നുമില്ല. വറുബ്ബ ഖായിമിൻ, എത്രയെത്ര നിന്നു നമസ്കാരക്കാരാണ്, ലൈസ മിൻ ഖിയാമിഹി ഇല്ല സഹർ, അവരുടെ നിന്ന് നമസ്കാരം കൊണ്ട് ഉറക്കം പോയി എന്നതല്ലാതെ മറ്റൊന്നുമില്ല. വെറും പട്ടിണി, വെറും ഉറക്കം പോക്, വേറൊന്നുമില്ല, പ്രതിഫലമല്ല. കാരണം എന്താ? അള്ളാഹിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ രൂപത്തിലാണ് നോമ്പെടുക്കേണ്ടത്. അതിന് കുടുംബബന്ധം ചേർക്കണമെന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ അത് നമ്മൾ ചെയ്യണം. അതിലൊരു ലജ്ജയും ആവശ്യമില്ല, ഒരു മടി അതിൻ്റെ ആവശ്യമില്ല. എന്ത് പ്രശ്നമായിക്കോട്ടെ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കണം. കാരണം റമളാൻ വിട്ടുവീഴ്ചയുടെ മാസമാണ് അല്ലേ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിക്കപ്പെട്ടു, നബിയേ ലൈലത്തുൽ ഖദർ എന്നാണ് ഞങ്ങൾ അറിഞ്ഞാൽ എന്താ ഞങ്ങൾ ചോദിക്കേണ്ടത്? പടച്ചോനോട് എന്താ ചോദിക്കേണ്ടത്? അല്ലാഹുമ്മ ഇന്നക അഫുവുൻ തുഹിബ്ബുൽ അഫ്വ ഫഅഫു അന്നീ, അല്ലാഹുവേ നീ വിട്ടുവീഴ്ച ചെയ്യുന്നവനാണ്, വിട്ടുവീഴ്ചയെ ഇഷ്ടപ്പെടുന്നവനാണ്, അതുകൊണ്ട് ഫഅഫു അന്നീ, എനിക്ക് വിട്ടുവീഴ്ച ചെയ്തു തരണേ റബ്ബേ. നമ്മൾ ചെയ്ത പാപങ്ങള്, നമ്മൾ ചെയ്ത തെറ്റുകള്, നമ്മൾ ചെയ്ത അന്യായങ്ങള്, അത് പടച്ചറബ് വിട്ടുവീഴ്ച ചെയ്തു തരണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. പക്ഷേ ഭൂമി ലോകത്തുള്ള ഒരു മനുഷ്യനോട് നമ്മൾ വിട്ടുവീഴ്ച ചെയ്യുന്നില്ല അല്ലേ? കുടുംബക്കാരുടെ വിട്ടുവീഴ്ചല്ല, അയൽവാസികളോടില്ല, പാപ്പാനോടില്ല, ഉമ്മാനോടില്ല, ഭാര്യയോടില്ല, ഭർത്താവിനോടില്ല. നമ്മളൊരു മനുഷ്യന് വിട്ടുവീഴ്ച കൊടുക്കൂല. നമ്മളോട് ആരെങ്കിലും എന്തെങ്കിലുമൊക്കെ അന്യായമായത് ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ മനസ്സിന്ന് മരിക്കുന്നവരെ മറക്കൂല്ല. എന്നാൽ പടച്ചോ നമുക്കൊക്കെ വിട്ടുവീഴ്ച തരണം. അതൊരു ഇരട്ടത്താപ്പല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞെന്താ? വഅഫു അല്ലേ? ഖുർആൻ പറഞ്ഞു, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്ക്. വസ്ഫഹു, നിങ്ങൾ വിശാലത കാണിക്ക്. അലാ തുഹിബ്ബൂന അൻ യഗ്ഫിറല്ലാഹു ലക്കും, അല്ലാഹു നിങ്ങൾക്ക് പുറത്തു തരുന്നതിനെ നിങ്ങൾ ഇഷ്ടപ്പെടുന്നില്ലേ? അപ്പോൾ സുഹൃത്തുക്കളെ, നമ്മൾ എന്ത് ചെയ്യണം? ആദ്യം റമളാൻ വരുന്നതിൻ്റെ മുമ്പ് ആദ്യം പോയി ബന്ധമൊക്കെ നന്നാക്കുക. മറ്റൊന്ന് ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ അറിയോ? റമളാൻ എന്ന് പറഞ്ഞ പ്രാർത്ഥനയുടെ മാസമാണ്. പ്രാർത്ഥന രാവും പകലും ഭേദമില്ലാതെ എല്ലാവരും പടച്ചവനോട് പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുന്ന സമയമാണ് റമളാൻ എന്ന് പറഞ്ഞാൽ അല്ലേ? രാത്രിക്ക് കുറച്ചുറങ്ങിയിട്ട് നമ്മൾ എണീക്കുകയാണ്. അത്താഴത്തിൻ്റെ സമയം രാത്രിയുടെ 1/3 ഭാഗമാകുമ്പോൾ അള്ളാഹു ഭൂമി ലോകത്തേക്ക് ഇറങ്ങി വന്നുകൊണ്ട് മഞ്ഞസ്അലുനി, ആരുണ്ട് എന്നോട് ചോദിക്കാൻ, ഫഅഅതിയഹു, അവന് ഞാൻ നൽകുന്നതാണ്.
മൻ യസ്തഗ്ഫിറുനി, ആരുണ്ടെന്നോട് പാപമോചനം തേടാൻ, ഫഅഗ്ഫിർ ലഹു, അവന് ഞാൻ പുറത്തു കൊടുക്കുന്നതാണ്. ഒന്നാം ആകാശത്തേക്ക് ഇറങ്ങി വന്ന ആരാപ്പനോട് ചോദിക്കാനുള്ളത്, അവന് ഞാൻ നൽകാം. ആരുണ്ടെന്നോട് പാപമോചനം തേടാനുള്ളത്, അവന് ഞാൻ പുറത്തു കൊടുക്കും. കണ്ടോ, ആ സമയത്ത് എണീറ്റ് പടച്ചവരോട് നമ്മൾ ആത്മാർത്ഥമായി തേടും റമദാനാകുമ്പോൾ. പക്ഷെ സുഹൃത്തുക്കൾ, ഈ പ്രാർത്ഥന സ്വീകരിക്കണമെങ്കിൽ അതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. വെറുതെ ഇങ്ങനെ പ്രാർത്ഥിച്ചിട്ട് കാര്യമില്ല. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു മനുഷ്യനെ പരിചയപ്പെടുത്തുകയാണ്. എന്താണ് ആ മനുഷ്യന്റെ പ്രത്യേകത? പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള മുഴുവൻ മാനദണ്ഡങ്ങളും പൂർത്തീകരിക്കപ്പെട്ട വ്യക്തിയാണ്. അയാൾ മുസാഫിറാണ്, യാത്രക്കാരനാണ്. അയാളുടെ ശരീരം അത് പൊടി പുരണ്ടിട്ടുണ്ട്. യാത്രക്കാരൻ്റെ പ്രാർത്ഥനയുടെ പ്രത്യേകത എന്താ അറിയും? അള്ളാഹുവിനും ആ യാത്രക്കാരൻ്റെ പ്രാർത്ഥനയ്ക്കും ഇടയിൽ ഒരു മറയുണ്ടാവില്ല എന്നാണ് അള്ളാഹു സ്വീകരിക്കുന്ന. അങ്ങനെ എല്ലാം പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള മുഴുവൻ മാനദണ്ഡങ്ങളും പൂർത്തീകരിക്കപ്പെട്ട വ്യക്തിയാണ്. ആ വ്യക്തി എന്താ ചെയ്യേണ്ടത്? റഫഅ യദൈഹി ഇലസ്സമാ, ആകാശലോകത്തേക്ക് ആ മനുഷ്യൻ കൈകൾ ഉയർത്തിയിട്ടുണ്ട്. എന്നിട്ട് പ്രാർത്ഥിക്കുകയാണ്, യാ റബ്ബ് യാ റബ്ബ് യാ റബ്ബ്, എൻ്റെ റബ്ബേ എൻ്റെ റബ്ബേ എൻ്റെ റബ്ബേ എന്ന് പറഞ്ഞുകൊണ്ട് ആ മനുഷ്യൻ പ്രാർത്ഥിക്കുകയാണ്. പ്രാർത്ഥന സ്വീകരിക്കപ്പെടാനുള്ള മുഴുവൻ മാനദണ്ഡങ്ങളും പൂർത്തീകരിക്കപ്പെട്ട വ്യക്തിയാണ്. പക്ഷേ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്, മത്അമുഹു ഹറാം മൽബസുഹു ഹറാം വഗുദിയ ബിൽ ഹറാം ഫഅന്നാ യുസ്തജാബു ലഹു. അവൻ കഴിക്കുന്ന ഭക്ഷണം ഹറാമിൽ നിന്നാണ്, അവൻ ഉടുത്തിരിക്കുന്ന വസ്ത്രം ഹറാമിൽ നിന്നാണ്, അവൻ ഹറാമിൽ ജീവിക്കുന്നവനാണ്. അവൻ്റെ പ്രാർത്ഥനയ്ക്ക് എങ്ങനെ ഉത്തരം ലഭിക്കാനാണ്? കണ്ടോ, ഹറാം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ സുഹൃത്തുക്കളെ നമ്മൾ വെറുതെയാണ് ഈ പ്രാർത്ഥിക്കണത് അല്ലേ? പള്ളിയുടെ മൂലക്കൊക്കെ പോയിരുന്ന് ഇങ്ങനെ കരഞ്ഞ് പ്രാർത്ഥിക്കും. പക്ഷേ ഹലാലല്ലാത്ത നമ്മുടെ ജീവിതത്തിൽ ഉണ്ടെങ്കിൽ അത് സക്കാത്ത് കൊടുക്കേണ്ടതാണ്, കൊടുക്കണം. അത് ധനികൻ്റെ ഔദാര്യമല്ല, അള്ളാഹ് നിശ്ചയിച്ച 8 അവകാശികളുണ്ട്, അവരുടെ അവകാശമാണ്. കണക്കെത്തിയിട്ടും കൊടുക്കാതെ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ അത് ഹറാമാണ്. അതൊക്കറിയോ? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ പേരക്കുട്ടിയാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹു. വേച്ച് നടക്കുന്ന പ്രായമാണ്. എന്നുവെച്ചാൽ നടക്കുമ്പോൾ അങ്ങനെ വീഴും. 2-3 വയസ്സ്. ആ പ്രായത്തിൽ മദീന പള്ളിയുടെ മൂലയിൽ സക്കാത്ത് പിരിച്ച കാരക്ക് കിടക്കുന്നുണ്ട്, കൂട്ടിയിട്ടിട്ടുണ്ട്. അതിന്നൊരു കാരക്കെടുത്ത് വായിലിട്ട് ആ കുട്ടി ഇങ്ങനെ കഴിക്കുകയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓടി വന്നു. എന്നിട്ട് ആ കുട്ടിയുടെ വായിലിട്ട് കയ്യിട്ടിട്ട് തുപ്പിക്കള അമാലാന ഉക്കുലു സദഖ, നമുക്ക് സക്കാത്ത് അർഹതപ്പെട്ടതല്ല എന്നറിയില്ലേ എന്ന് പറഞ്ഞ് വായിലിട്ട് പുറത്ത് കിടക്കുകയാണ്. എത്ര വയസ്സുള്ള കുട്ടിയാണ്? 2-3 വയസ്സ്. കാരണം എന്താ അറിയോ? കാരണം ഹറാമ് തിന്ന് വളരുന്ന മാംസം ഫന്നാറു ഔലാ ബിഹി, അത് നരകത്തിലുള്ളതാണ്. നമ്മൾ ആലോചിക്കണം. റമദാൻ വരുന്നതിൻ്റെ മുമ്പ് ആലോചിക്കേണ്ട കാര്യമാണ്. ഹലാലല്ലാത്ത 1 രൂപ നമ്മൾ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നമ്മുടെ പ്രാർത്ഥന അത് പടച്ചോൻ കേൾക്കൂല. വെറുതെയാണ് സുജൂദ്, വെറുതെയാണ് രാത്രി നിസ്കാരം, വെറുതെയാണ് പ്രിയമുള്ളവർ, വെറുതെ, ഒരു സംശയമില്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചതാണ്. ഹറാം ഉപയോഗിക്കാമില്ല. അരപ്പട്ടിണിയും മുഴുപ്പട്ടിണിയുമായ സഹാബത്തെ അല്ലേ, ഒരു നേരത്തെ ഭക്ഷണത്തിന് വേണ്ടി വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുമ്പോൾ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുചരന്മാർ സഹാബത്ത് വീട്ടിൽ നിന്ന് പുറത്തിറങ്ങിയ ദിവസങ്ങളോളം പട്ടിണി കിടന്നിട്ട് എന്തെങ്കിലും മക്കൾക്ക് കിട്ടുമെന്നറിയാൻ വേണ്ടി പുറത്തിറങ്ങുമ്പോൾ വാതിൽപ്പാടിയിൽ മറഞ്ഞിരുന്ന സഹാബ വനിതകൾ പറയുമായിരുന്നു, അത്രേ, ഇനിയും 1-2 ദിവസമൊക്കെ പട്ടിണി കിടക്കാൻ ഞങ്ങൾക്ക് കഴിയും, ഹലാലല്ലാത്തത് ഇങ്ങോട്ട് കൊണ്ടുവരരുത് എന്ന് ഭർത്താവിനോട് വിളിച്ചു പറഞ്ഞിരുന്ന സഹാബ വനിതകൾ. ആലോചിക്കണം. നമ്മുടെ പ്രാർത്ഥന, നിസ്കാരം, സുജൂദുകൾ എല്ലാം പടച്ചവനോട് തേടുകയാണ്. ഇത് സ്വീകരിക്കണമെങ്കിൽ സുഹൃത്തുക്കളെ ഹലാലേ ഉണ്ടാകാവൂ, ഹലാലേ ജീവിതത്തിൽ ഉണ്ടാകാവൂ. കാരണം ഇന്നല്ലാഹ ത്വയ്യിബുൻ യുഹിബ്ബു ത്വയ്യിബ, അല്ലാഹു വിശുദ്ധനാണ്. വിശുദ്ധിയുള്ളത് മാത്രമേ അല്ലാഹ് ഇഷ്ടപ്പെടുള്ളൂ. വിശുദ്ധിയുള്ളത് മാത്രമേ അല്ലാഹ് ഇഷ്ടപ്പെടുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഏതാനും മണിക്കൂറുകൾ കഴിഞ്ഞാൽ അല്ലേ
റമദാൻ നമ്മിലേക്ക് കടന്നു വരുമ്പോൾ ആ റമദാനിൻ്റെ എല്ലാ പുണ്യങ്ങളും പരിപൂർണമായി നമുക്ക് ലഭ്യമാകണം. കേവലം ഒരു പട്ടിണിയായി, കേവലം ഒരു ഉറക്കം പോയി എന്നതല്ലാതെ അതിൻ്റെ പ്രതിഫലം നൽകപ്പെടാത്ത ദൗർഭാഗ്യവാന്മാരായി നമ്മൾ മാറാൻ പാടില്ല. നമ്മൾ ഏറ്റവും ഗൗരവമായി ചിന്തിക്കേണ്ട വിഷയമാണ്. നമ്മളിങ്ങനെ ആലോചിക്കേണ്ടത് നോമ്പൊക്കെ എടുക്കണം, രാത്രിസ്കരിക്കണം എന്നൊക്കെ. പക്ഷേ ഇത് പടച്ചവൻ്റെ അടുക്കലേക്ക് ഉയർന്നു പോകുമോ എന്നാണ് ആദ്യം ആലോചിക്കേണ്ടത്. ഈ അമല് ചെയ്യണ അമല് സ്വീകരിക്കുമോ എന്നുള്ളൊരു പേടി നമുക്ക് ഉണ്ടാകണം. അതുകൊണ്ട് സുഹൃത്തുക്കളെ, ഈ റമദാനിൻ്റെ മുന്നോടിയായി ആദ്യം പരിഹരിക്കേണ്ട മേഖലയാണ് ഇത് രണ്ടും. ഒന്ന് കുടുംബരംഗം, ഒന്ന് സാമ്പത്തിക രംഗം. നമ്മൾ ശ്രദ്ധിക്കണം. അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് والعاقبة للمتقين فلا عدوان إلا على الظالمين الصلاة والسلام على أشرف المرسلين نبينا محمد الأمين وعلى آله وصحبه أجمعين ما بعد. സത്യവിശ്വാസി സഹോദരന്മാരെ, സഹോദരിമാരെ, അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. നമ്മൾ റമദാൻ കടന്നു വരുമ്പോൾ അതിലേറ്റവും സുപ്രധാനമായ ചില കാര്യങ്ങളുണ്ട്. അതിലൊന്നാണ് അത്താഴം കഴിക്കുക എന്നുള്ളത്. പലപ്പോഴും അത്താഴം കഴിക്കാതെ നോമ്പെടുക്കുന്നത് ഒരു ക്രെഡിറ്റായിട്ട്, അതെന്തോ വലിയ ത്യാഗമായിട്ടൊക്കെ ആളുകൾ അവതരിപ്പിക്കാറുണ്ട്. ഞാൻ നല്ല അത്താഴം കഴിച്ചിട്ടില്ല. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ എന്താ അറിയോ? തസഹറു ഫഇന്ന ഫി സുഹൂരി ബറക. നിങ്ങൾ അത്താഴം കഴിക്കണം, അതിൽ ബറക്കത്തുണ്ട് എന്നാണ്. ഫസ്ലു മാ ബൈന സിയാമിന വസിയാമി അഹ്ലിൽ കിതാബ്. കണ്ടോ, മുസ്ലിങ്ങളുടെ നോമ്പും അതുപോലെ തന്നെ ജൂത ക്രൈസ്തവരുടെ നോമ്പും തമ്മിലുള്ള വ്യത്യാസം എന്താണ്? അക്കിലത്തു സഹർ, അത്താഴം കഴിക്കലാണ്. മുസ്ലിങ്ങൾ അത്താഴം കഴിക്കും. എത്രത്തോളം? ഒരിറക്ക് വെള്ളം കുടിച്ചിട്ടെങ്കിലും നിങ്ങൾ അത്താഴം കഴിക്കണം എന്നാണ് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിച്ചത്. അത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ പ്രിയമുള്ളവരെ, നോമ്പ് എന്ന് പറഞ്ഞാൽ വെറൊരു പട്ടിണിയല്ല. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുന്നുണ്ട്, നോമ്പ് എന്ന് പറഞ്ഞാൽ ലൈസ സിയാമു മിനൽ അക്ലി വശറാബ്, അന്നപാനീയങ്ങൾ ഒഴിവാക്കലല്ല നോമ്പ് എന്ന് പറഞ്ഞാൽ. മറിച്ച് ഇന്നമ സിയാമു മിനൽ ലഗ്വി വറഫസ്, വ്യർത്ഥമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, മ്ലേച്ഛമായ കാര്യങ്ങളിൽ നിന്ന് മാറി നിൽക്കുക, അതാണ് ഈ നോമ്പ് എന്ന് പറഞ്ഞാൽ. അതുകൊണ്ട് തന്നെ വിശ്വാസം പറയുന്നുണ്ട്, മല്ലം യദഅ ഖൗല സൂരി വൽ അമില ബിഹി, മോശമായ സംസാരവും ചീത്ത പ്രവർത്തനവും ഒഴിവാക്കാൻ ഒരാൾ തയ്യാറില്ലെങ്കിൽ ഫലൈസ ലില്ലാഹി ഹാജത്തുൻ അൻ യദഅ തആമഹു വശറാബഹു, അവൻ്റെ അന്നപാനീയങ്ങൾ ഒഴിവാക്കുക എന്നുള്ളത് അള്ളാഹുവിന് ആവശ്യമില്ല. നിങ്ങളുടെ പട്ടിണി നമുക്ക് ആവശ്യമില്ല എന്നർത്ഥം. കണ്ടോ, മോശമായ സംസാരം, ചീത്ത പ്രവൃത്തി എന്ന് വെച്ചാൽ നോമ്പ് എന്ന് പറഞ്ഞാൽ എല്ലാ നിലക്കും ഒരു വിശ്വാസിയെ വിശുദ്ധീകരിക്കുകയാണ്. പ്രിയമുള്ളവരെ, എല്ലാ നിലക്കും അവൻ്റെ മനസ്സ് നന്നാകണം, അവൻ ഉപയോഗിക്കുന്ന സമ്പത്ത് നന്നാകണം, അവൻ്റെ ആരാധനകൾ നന്നാകണം. അല്ലേ? ആർക്കാണ് നോമ്പ്? നോമ്പ് ആർക്കാണ്? മുഅ്മിനുകൾക്കാണ്. ഈമാനുള്ളവനാണ് നോമ്പ്. നോമ്പിൻ്റെ ലക്ഷ്യം എന്താണ്? അത് തഖ്വ ഉണ്ടാകലാണ്. കണ്ടോ, ഈമാൻ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന ആദർശമില്ലാത്തവന് നോമ്പുകൊണ്ട് ഒരു കാര്യമില്ല. അതുകൊണ്ടാണ് ഖുർആൻ പറഞ്ഞത്, യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ നിങ്ങൾക്ക് നോമ്പ് നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. കണ്ടോ, ഈമാനുള്ളവന്. ശിർക്ക് ജീവിതത്തിലുണ്ടോ? ആരാധനകളുടെ വശങ്ങൾ, അള്ളാഹ്ക്ക് മാത്രം നൽകേണ്ടുന്ന ആരാധനയുടെ വശങ്ങൾ ഏതെങ്കിലും സൃഷ്ടികൾക്ക് നൽകുന്നവനാണോ,
അവൻ്റെ നോമ്പ് കൊണ്ടൊരു കാര്യമില്ല, അവൻ്റെ അമൽ മുഴുവൻ പൊളിഞ്ഞു പോകും. അത് ഖുർആൻ പഠിപ്പിച്ചതാണ്. അതുകൊണ്ട് സുഹൃത്തുക്കളെ, വിശ്വാസം നന്നാക്കണം. അതോടൊപ്പം തന്നെ നമ്മൾ ആലോചിക്കേണ്ട വിഷയമാണ് നമ്മുടെ എല്ലാ രംഗത്തൊരു വിശുദ്ധി കൈവരിക്കാൻ കഴിയാനുള്ളതാണ്. സാധാരണ റമദാനായാൽ പഴയ പോലെ ഭക്ഷണം കഴിക്കാനൊന്നും ഓടണ്ട. അപ്പം ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഗെയിമൊക്കെ കളിച്ചിരിക്കുക, മൊബൈൽ ഫോണിൽ പലതും ഇങ്ങനെ കാണുക, പലതും കേൾക്കുക. അതൊന്നും നോമ്പുകാരന് പറ്റിയ പണിയല്ല. നോമ്പ് ആരാധനകളിലായിരിക്കണം അവൻ്റെ സമയങ്ങൾ അവൻ ചെലവഴിക്കേണ്ടത്. അനുവദിക്കുക എത്രത്തോളം. പ്രിയമുള്ളവരെ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അല്ലേ, നമുക്കറിയാം, ആ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രാവിലെ എണീക്കുമ്പോൾ ചോദിക്കുക ആയിഷ റളിയല്ലാഹു അൻഹയോട്, ആയിഷ ഇന്ന് എന്താ കഴിക്കാനുള്ളത്, എന്താ കഴിക്കാനുള്ളത്? അപ്പോൾ ആയിഷ റളിയല്ലാഹു അൻഹ പറയും, ഒന്നുമില്ല നബിയേ, ഒന്നുമില്ല. അപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറയും, ഇന്നക്ക് സുന്നത്ത് നോമ്പാണ്. ഇങ്ങനെ 1-2 ദിവസമൊന്നുമല്ല, ദിവസങ്ങളോളം പട്ടിണി കിടന്ന് ഉറക്കം വരാതെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങി നടന്നിരുന്നു പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം. ആ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം റമദാൻ ആയാൽ ആളുകൾക്ക് ഔദാര്യം ചെയ്യുന്ന കാര്യത്തിൽ സുഹൃത്തുക്കളെ വീശിയടിക്കുന്ന കാറ്റ് പോലെ ഇരുന്നു എന്നാണ്. ആളുകൾക്ക് എന്താ അറിയോ, നമ്മുടെ സമ്പത്തും നമ്മുടെ സമയവും ഇതൊക്കെ നമുക്ക് ഉപകാരപ്പെടുന്ന എപ്പോഴാണ്? അതിനെ പരലോകത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുമ്പോഴാണ്. നമ്മൾ ഉണ്ടാക്കി വെച്ചതുകൊണ്ടൊന്നും നമ്മൾ പോകൂല. ഏത് ധനികനെയും ഏത് പണക്കാരനെയും സുഹൃത്തുക്കളെ കഫൻ ചെയ്യുന്നത് കേവലം 3 തുണിയിലാണ്, അല്ലേ? ഒരു മനുഷ്യന്റെ ജനാസയിൽ പട്ടിൽ പൊതിഞ്ഞിട്ട് കബറിൽ കൊണ്ടുപോയി വെച്ചിട്ടില്ല, ഉണ്ടോ? ഓൻ ഭയങ്കര പണമുള്ളവനാണ്, കോടീശ്വരനാണ്, അവൻ അങ്ങനെ ഇങ്ങനെയൊന്നും കബറിൽ കൊണ്ടുപോയി കിടത്താൻ പറ്റൂല. പട്ടിനെ പൊതിയണമെന്ന് ആരും തീരുമാനിച്ചിട്ടില്ല. നമ്മുടെ ശരീരത്തിൽ വില കൂടിയ ഒന്നും ഇല്ല എന്ന് ഉറപ്പ് വരുത്തിയിട്ടുള്ളൂ. നമ്മുടെ ആരടി മണ്ണിലേക്ക് കൊണ്ടുപോയി വെക്കുക. ഒരു വാച്ച് ഉണ്ടെങ്കിൽ അത് അയച്ചു വെക്കും. എൻ്റെ അമ്മക്ക് കടകവള ഭയങ്കര ഇഷ്ടമായിരുന്നു. അതുകൊണ്ട് മരിച്ചു കഴിഞ്ഞപ്പോൾ മക്കൾ പറയാണ്, ആ കടകവള അവിടെ തന്നെ ഇരുന്നോട്ടെ, എന്നിട്ടാണ് കൊണ്ടുപോയി നമുക്ക് കഫൻ ചെയ്ത് വെക്കാറിന സമ്മതിക്കോ? ഇല്ല, അത് മുറിച്ചെടുക്കും. അതൊക്കെ അനന്തരാവകാശികൾ കൊണ്ടുപോകും, അല്ലേ? വൽബാഖിയാതു സ്വാലിഹാതു ഖൈറുൻ ഇൻദ റബ്ബിക സവാബൻ വഖൈറുൻ അമലാ. നിങ്ങൾക്ക് അവശേഷിക്കുന്ന വല്ല സൽക്കർമ്മങ്ങളുമുണ്ടോ, അതാണ് നിങ്ങൾക്ക് ഖൈറായിട്ടുള്ളത്. അതുമാത്രമേ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാവുന്നതുമുള്ളൂ. അതേ ഉണ്ടാവുള്ളൂ. അവനെ ചെലവഴിച്ചതുണ്ടോ അതേ ഉണ്ടാവുള്ളൂ. വിശ്വാസം പറഞ്ഞേ, മയ്യത്തിൻ്റെ പുറകെ 3 കാര്യം ഉണ്ടാവുന്നു. ഒന്ന് അവനവൻ്റെ കുടുംബം, ഒന്ന് സമ്പത്ത്, ഒന്ന് അമലി. ആ മനുഷ്യന്റെ ജനാസ മറവ് ചെയ്ത് കഴിഞ്ഞാൽ സുഹൃത്തുക്കളായിട്ട് രണ്ടും തിരിച്ചു പോരും. നമ്മൾ രാവും പകലും ഭേദമില്ലാതെ ഉണ്ടാക്കി വെച്ച സമ്പത്തൊക്കെ തിരിച്ചു പോരും, കുടുംബങ്ങൾ തിരിച്ചു പോരും. എത്ര ഇഷ്ടപ്പെടുന്ന മക്കളാണെങ്കിലും അവനവൻ്റെ വാപ്പാൻ്റെ ഉമ്മാൻ്റെ കബറിൻ്റെ അടുക്കൽ നിൽക്കുന്ന ഒരു സമയമുണ്ട്, അതിൻ്റെ അപ്പുറം നിൽക്കൂല. എൻ്റെ വാപ്പാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, എൻ്റെ ഉമ്മാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്, അതുകൊണ്ട് ഞാൻ ഇവിടെ നിൽക്കുകയാണെന്ന് ഒരു മക്കൾ ഇതുവരെ തീരുമാനിച്ചിട്ടില്ല. ആ കബർ മൂടിക്കഴിഞ്ഞ് തസ്ബീത്തൊക്കെ ഒന്ന് ചൊല്ലിക്കഴിഞ്ഞാൽ പിന്നീട് പോരും. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ്, ഫയബ്ഖാ വാഹിദ്, മനുഷ്യരെ നിങ്ങളുടെ കബറിൽ ഒന്ന് മാത്രമേ ബാക്കിയാവുകയുള്ളൂ. അത് അമലുഹു, അവൻ്റെ അമലാണ്. എന്തെങ്കിലുമൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ടെങ്കിൽ അതേ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, റമദാനായാൽ ആർക്കൊക്കെ എന്തൊക്കെ നൽകാൻ കഴിയുമോ അതൊക്കെ നൽകുക. എന്തെല്ലാം നമുക്ക് ആളുകൾക്ക് സഹായം ചെയ്യാൻ പറ്റുമോ അതൊക്കെ ചെയ്യുക. ആളുകളെ ദ്രോഹിക്കല്ല. പാവപ്പെട്ടവരുണ്ടാകും, മിസ്കീനുകളുണ്ടാകും, ഫഖറാക്കളുണ്ടാകും, അല്ലേ? കടം കൊണ്ട് വലഞ്ഞവരുണ്ടാകും. നമുക്ക് സഹായിക്കാൻ കഴിയുന്നവരൊക്കെ. ഇതൊന്നും 10 ആൾ അറിയേണ്ട ആവശ്യമില്ല. ആളുകളെ കാണിക്കാൻ വേണ്ടി നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞില്ലേ, എൻ്റെ സമുദായത്തിൽ ഞാൻ ഏറ്റവും കൂടുതൽ ഭയപ്പെടുന്ന റിയാ ആണ്. ആൾക്കാരെ കാണിക്കാൻ വേണ്ടി നന്മ ചെയ്യുക. ഒരു കൈ കൊണ്ട് കൊടുക്കണം, മറു കൈ അറിയുന്നില്ലെങ്കിൽ അങ്ങനെ ദാനം ചെയ്യുന്നവന് അർശിൻ്റെ തണലുണ്ട് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കാൻ. അതുകൊണ്ട് സുഹൃത്തുക്കളെ, റമദാന്റെ പരിപൂർണമായ പ്രതിഫലം നമുക്ക് ലഭ്യമാകണം.
വെറും പട്ടിണിയും പരിവട്ടവുമായി മാറുന്ന ദൗർഭാഗ്യവാന്മാരായ ആളുകളായി നമ്മൾ മാറാൻ പാടില്ല. അതുകൊണ്ട് ഈ മേഖലകളെല്ലാം നമ്മൾ പരിഹരിച്ചു വേണം റമളാനിലേക്ക് കാലെടുത്തു വെക്കാൻ. എന്നിട്ട് ആ റമളാനിൽ നമ്മൾ വിശുദ്ധ ഖുർആനുമായുള്ള ബന്ധം അത് സുദൃഢമാക്കുക. ദിക്റുകൾ ധാരാളമായി നമ്മൾ ചൊല്ലുക. നന്മകൾ ധാരാളമായി നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക. നന്മ ചെയ്യാനുള്ള അവസരങ്ങളൊന്നും നഷ്ടപ്പെടുത്താതിരിക്കുക. രാത്രി നമസ്കാരങ്ങളിൽ ശ്രദ്ധയുണ്ടാവുക. ഫർള് നമസ്കാരങ്ങൾ ഏറെ ശ്രദ്ധയുണ്ടാവുക. ജമാഅത്ത് നമസ്കാരങ്ങളിൽ പങ്കെടുക്കാനുള്ള പരിശ്രമം നമ്മൾ നടത്തുക. അങ്ങനെ റമളാനിൻ്റെ അവസാനം വരെ, ഒരാരംഭ ശൂരത്തല്ല, അവസാനം വരെ നമ്മൾ റമളാനിനെ സജീവമാക്കി നിലനിർത്തുകയും അള്ളാഹിൻ്റെ ഭവനവുമായുള്ള ബന്ധം അത് സുദൃഢമാക്കി നിലനിർത്തുകയും ചെയ്യുക. അള്ളാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അള്ളാഹു പുറത്ത് മാപ്പ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. കത്തിജ്വലിക്കുന്ന നരകത്തിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. റമളാനിലേക്ക് ദീർഘായുസ് നൽകപ്പെടുന്ന സൗഭാഗ്യവാന്മാരിൽ അള്ളാഹു നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. രോഗങ്ങൾ കൊണ്ട് പ്രയാസം അനുഭവിക്കുന്ന ധാരാളം ആളുകളുണ്ട്. അള്ളാഹു അവർക്ക് ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. മാരകമായ രോഗങ്ങളിൽ നിന്ന്, പ്രകൃതി ദുരന്തങ്ങളിൽ നിന്ന് അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കുമാറാകട്ടെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات والأحياء منهم والأموات. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين برحمتك يا أرحم الراحمين.